നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മൾ ചാനലിൽ വന്നിരിക്കുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണായ റിയൽമി 6i എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 15,000 ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ലോഞ്ച് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റിയൽമി 6iയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ മീഡിയാടെക് ഹീലിയോ G90T എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മീഡിയാടെക്കിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സറാണിത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. 90 Hz റീഫ്രഷ് റേറ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകളിൽ റിയൽമി 6 പോലുള്ള ഫോണുകളിലൊക്കെ ആദ്യമായിട്ട് 90 Hz ഡിസ്പ്ലേ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആണിത് റിയൽമി 6i എന്ന് പറഞ്ഞ്. പിന്നെ ഇത് കൂടാതെ ഒരു 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നത്. ഇത് 2 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൂണാർ വൈറ്റും അവൈലബിൾ ആണ്, എക്ലിപ്സ് ബ്ലാക്കും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് ആരംഭിക്കാം. എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ബോക്സിലുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ മുമ്പിൽ 6i എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ റിയൽമി ബ്രാൻഡിംഗ് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ്, 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഉണ്ട്, അൾട്രാ വൈഡ് ലെൻസും ഉണ്ട് ഇതിൽ. പിന്നെ 30 വാട്ട്സ് ഫ്ലാഷ് ചാർജ് സപ്പോർട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. 4300 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. മീഡിയാടെക് ഹീലിയോ G90T പ്രോസസ്സർ എന്നും നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കിട്ടിയേക്കുന്ന വേരിയൻറ്റ് എക്ലിപ്സ് ബ്ലാക്ക് മോഡലാണ്. ഇതിൻ്റെ തന്നെ 4GB RAM 64GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ റിയൽമി പ്രോഡക്ട്സിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഒരു ഫുൾ യെല്ലോ ഫിനിഷിലുള്ള ഒരു പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മുടെ ഒരു TPU കേസും ഉണ്ട്, ഒരു സേഫ്റ്റി ഗൈഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും നൽകിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്മാർട്ട് ഫോൺ യൂണിറ്റ് ആണ്. നമുക്ക് ഈ കവറും കൂടെ ഒന്ന് പീൽ ചെയ്യാം. ഓക്കെ, ഇത് നല്ല ബ്ലാക്ക് ഫിനിഷിലുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബോഡി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ലൈറ്റ് റേ ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് നൽകുന്നത്. ബ്ലാക്ക് കാണാൻ കുറച്ചുകൂടെയും ഒരു പ്രീമിയം ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. സെൽഫി ക്യാമറ കാണാം. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 വോളിയം റോക്കേഴ്സ് ഉണ്ട്, സിം ട്രേ ഉണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി പോർട്ടാണ്, സ്പീക്കർ ഗ്രില്ല് കാണാം, മൈക്രോഫോൺ കാണാം, ഹെഡ്ഫോൺ ജാക്കും കാണാം. ഇതാണ് നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഇവിടെ റിയൽമി ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഫോൺ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് 30 വാട്ട്സ് ഫ്ലാഷ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിവൈസ് ആണ്. പക്ഷേ നമുക്ക് ഇൻബോക്സ് കിട്ടുന്നത് 20 വാട്ട്സ് ചാർജർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് 30 വാട്ട്സ് ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 55 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് 0 to 100 ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻബോക്സ് ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് 20 വാട്ട്സിൻ്റെ ഈ ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 77 മിനിറ്റ്സ് എടുക്കും ഫോൺ 0 to 100 ചാർജ് ആകാൻ. ഇനി ഇത് കൂടാതെ ഒരു ടൈപ്പ് സി കേബിളും ഇവരിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ളത്. നമുക്കപ്പോൾ ബോക്സ് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് ബൂട്ട് ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്വിക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിൽ മീഡിയാടെക് ഹീലിയോ G90T പ്രോസസ്സറാണ്, അത് ഒക്ടാ കോർ പ്രോസസ്സറാണ്. അപ്പോൾ 2.5 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം. പിന്നെ ഇതിൽ GPU ARM G76 ആണ്. അപ്പോൾ ഗെയിമിങ്ങിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ്. പിന്നെ ഇതിൽ RAM 4GB വേരിയൻറ്റും ഉണ്ട്, 6GB ഉണ്ട്. അതിൽ LPDDR4 ഡ്യുവൽ ചാനൽ സ്റ്റോറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. ഇത് Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി സ്കിന്നാണ് ഇതിൽ റൺ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ എബൌട്ട് സ്ക്രീനിൽ പോയി നോക്കാം എന്താണ് ഈ ഫോണിലെ വോയിസിൻ്റെ വേർഷൻ എന്നുള്ളത്. എബൌട്ട് ഫോൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം Android വേർഷൻ 10 ആണ്. റിയൽമി UI 1.0 ആണ് വേർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 64GB ആണ് ടോട്ടൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. അതിൽ 51.8 ആണ് യൂസർ അവൈലബിൾ ആയിട്ട് വരുന്ന സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കൂടെ പോയി നോക്കാം ഇതിൻ്റെ 90 Hz ഡിസ്പ്ലേയുടെ ഓപ്ഷൻസ്. ഇതാണ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, അത് 90 Hz ആണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്ന പോലെയല്ല. 90 Hz എന്ന് പറയുമ്പോൾ വളരെയധികം സ്മൂത്താണ്. നിങ്ങളൊരു 60 Hz ഫോണിൽ നിന്നാണ് 90 Hzലേക്ക് സ്വിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം വളരെയധികം എടുത്തറിയും. അതുപോലത്തെ ഒരു ഫീലാണ് ഈ 90 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 6.5 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2400x1080 ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുമ്പോൾ 90.5% വരും. പിന്നെ ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ഇതിൽ 48 MP പ്രൈമറി ക്യാമറയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 79 ഡിഗ്രി ആണ്. അപ്പർച്ചർ വാല്യൂ 1.8 ആണ്. പിന്നെ ഉള്ളത് ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ അതിൽ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 119 ഡിഗ്രിയാണ്. ഇതിൻ്റെ അപ്പർച്ചർ
2.3 ആണ്. പിന്നെ ഉള്ളത് ഒരു 2 മെഗാ പിക്സൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ക്യാമറയാണ്. അതിൻ്റെ അപ്പർച്ചർ 2.4 ആണ്. ഇതും കൂടാതെ ഒരു 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് 2.4 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ മോഡ് ഇട്ടിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സ് നിങ്ങളെ എടുത്ത് കാണിക്കാം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെസൊല്യൂഷൻ പിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾ 4K ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 FPS മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫുൾ HD ഇടുവാണെങ്കിൽ 30 FPS-ലും 60 FPS-ലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 720p-ലും സിമിലർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 60 മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ടിലുള്ളത്. ഇതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് 2.0 ആണ്. ഈ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 79.3 ഡിഗ്രി ആണ്. ഇതിൽ നിങ്ങൾക്ക് ഫുൾ HD അല്ലെങ്കിൽ 720p വരെ മാക്സിമം 30 FPS-ൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഒരു 120 FPS സ്ലോ മോഷനും ഫ്രണ്ട് ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അത് ആരൊക്കെ യൂസ് ചെയ്യുന്നറിയില്ല. എന്തായാലും ഐഫോണിലൊക്കെ സ്ലോ മോഷൻ ക്യാമറ ഉണ്ട് ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ. ഈ സ്മാർട്ട് ഫോണിൻ്റെ പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ ആഡ് ചെയ്യാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആക്ച്വലി എനിക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് കൂടുതൽ ഇഷ്ടം. ഇത് ആക്ച്വലി ഒരു വിയേർഡ് പൊസിഷനാണ്. ചില ടേബിൾ പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് തന്നെയാണ്. ഇത് ഞാൻ പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇൻസ്റ്റൻ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾ സ്വിച്ച് പ്രസ് ചെയ്യുക പോലും വേണ്ട. നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേ ഈ സ്മാർട്ട് ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാനും പറ്റും. ലൈറ്റ് ടച്ചും ഫേം ടച്ചും ഉണ്ട്. ഫേം ടച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലൊന്നും വർക്കാകത്തില്ല. ഇങ്ങനെ നിങ്ങൾ അമർത്തി പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. പകരം ലൈറ്റ് ടച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിംഗർ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴേ ഫോൺ അൺലോക്ക് ആവും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു Realme 6i അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എനിക്കിതിൽ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. എനിക്ക് പുറത്തേക്കൊന്നും നടക്കാൻ മേലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം കാലിൽ എന്താ പറ്റിയെന്നുള്ള ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഗെയിമിംഗ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം സ്ട്രീമിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് റൂമിൽ തന്നെ. അപ്പം അത് ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് കയറി നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.